മാരാഞ്ചേരയിലേക്ക് സ്വാഗതം ബി പി ജെയിംസ്. നമുക്കൊരാളെ ഉമ്മ വന്നേ. ഇത് ഷാഹിദ് റഹ്മാന്റെ ഉമ്മയാണെന്നറിയാമോ? നമ്മുടെ വെറുതെ വന്നാ നമ്മുടെ ഷാഹിദ് റഹ്മാന്റെ കോഴിക്കോട്ടെ ഷാഹിദ് റഹ്മാന്റെ ഉമ്മയാണ്. ഉമ്മ സുഖമായിട്ടിരിക്കുന്നോ? ഉമ്മയുടെ പേരെന്താ? പരമാവധി ശ്രമിച്ചതാണ് ഇങ്ങോട്ട് വരുന്ന തിരക്കാന്ന് പറഞ്ഞാണ് പരമാവധി പറഞ്ഞു നോക്കി. ഉമ്മ എടുത്ത് കളി കാണുന്നില്ല. പൊളിച്ചു എത്ര ഉണ്ടതാ അല്ലേ? ഓക്കെ ഷാഹിദ് ഉമ്മ വന്നതിൽ ഇപ്പൊ സന്തോഷം തോന്നുന്നു? സന്തോഷം തോന്നുന്നു. നല്ല സന്തോഷം. ഇടയ്ക്ക് ഓർമ്മിച്ചു ഉമ്മ ലൈവ്. അത് നാട്ടുകാർ കിട്ടി. ഉമ്മ ഇത് ഇത്ര ലൈവ് ചെയ്ത മനുഷ്യൻ എന്നിട്ട് സാറിന് ഭയങ്കര ഫാനാണ്. അപ്പൊ ഉമ്മ എപ്പോഴും പറയണ്ടേ നിന്നെക്കാൾ മുന്നേ ഞാൻ സാറിനെ കാണാൻ തുടങ്ങിയതാണ്. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ ഉമ്മയുടെ ഏറ്റുമുട്ടിക്കായി ഉമ്മ പറഞ്ഞാൽ ഞാൻ സസ്പെൻഡ് ചെയ്തോളെന്ന് പറഞ്ഞു. പേടിയൊന്നുമില്ല. എന്ത് പേടിയാ? സാറിനോട് എന്താ പറയാ ഈ യാത്രനെ പറ്റി? എന്താ പറയാ? യാത്രനെ പറ്റിയിട്ട് എനിക്ക് കൊറേ പറയാനുണ്ട്. ചെറിയ കുട്ടികളെ നമ്മൾ തന്നെ നോക്കണം. ഇവനെ ഞാൻ ഒരു പിടുത്തം പിടിച്ചതാ. ഇവനെ ഒരു ദിവസം അവന് ഇവിടുത്തെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഗണപതി ബോയ്സ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവന് ഒരു സ്നേഹിതന്മാരെ കൊടുത്ത് പോയിട്ട് ഫോക്കസ് മാള് കാണാൻ പോയി. ആ കുട്ടീന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. സുക്കൂർ എന്ന ആ കുട്ടീന്റെ പേര്. ആ കുട്ടി ഫാമിലിയൊക്കെ ഗൾഫിലാ. അപ്പൊ അവര് ഭക്ഷണം കഴിച്ച് ഐസ്ക്രീം തന്ന് എല്ലാം ചെയ്ത് വീട്ടിൽ വന്ന് ഉമ്മനോട് ജോലിയായിട്ട് പറഞ്ഞു തന്നു. ഉമ്മ നമ്മളിന്ന് ഫോക്കസ് മാളിൽ പോയി അങ്ങനെ അങ്ങനെയാന്നൊക്കെ പറഞ്ഞു തന്നു. ഞാൻ ഇവനെ അറിയാണ്ട് സാറിനെ വിളിച്ചു പറഞ്ഞു. സാറിനോട് ഇവര് പോയ കുട്ടികളെ പേരൊക്കെ ഞാൻ എടുത്തതിന് ശേഷം പറഞ്ഞു. ഞാൻ സാറിനോട് പറഞ്ഞു സാറേ എങ്ങനെ പോയിട്ടുണ്ട്. ആ കുട്ടിക്ക് സാമ്പത്തികമായിട്ട് ഉള്ള കുട്ടിയാണ്. അപ്പൊ ഇവന് ടൗണ് വരെ ശരിക്കും അറിയില്ല. ഇവന് ഉപ്പന്റെ ഇന്ത്യയും കൂടെ കയ്യും പിടിച്ചു പോകുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇനി ഇവൻ 8ാം ക്ലാസ് എത്തിന്നല്ലാണ്ട് കോഴിക്കോട് സിറ്റി ഓൻ അറിയില്ല. ഇന്ന് വരെ ഓൻ അറിയില്ല. അതിപ്പോ ലോകം അറിയാം. ഇന്ന് വരെ ഓൻ അറിയില്ല. ഇന്നിപ്പോ ഈ കോയസാറും അവസാനം സാറ് എല്ലാത്തിനും വരക്കി നിർത്തിയിട്ട് പറഞ്ഞ് നിങ്ങളെ യൂണിഫോം കണ്ടിട്ട് ഫോക്കസ് മാളത്തെ ആൾ എന്നെ വിളിച്ച് പറഞ്ഞതാണ്. എന്റെ പേരെങ്ങനെ പറയാ? അന്നത്തോടെ ഫോക്കസ് മാള് പോലെ നിന്ന് ഇങ്ങോട്ട് വരുത്താതിരിക്കാൻ പരമാവധി രഹസ്യങ്ങളൊന്നും തോന്നില്ല. അപ്പൊ ഇവരെ കല്യാണം വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് മനസ്സിലുണ്ട്. കല്യാണത്തിന്റെ കാര്യം മനസ്സിലുണ്ട്. അപ്പൊ ഞാൻ വീട് പണി കഴിഞ്ഞാൽ ഞാൻ ഓനോ നമ്മപ്പോ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ. ഈ വീട് പണിന്റെ ഉണ്ട്. ആളെ കിട്ടുന്നുണ്ടോ? ആളിഷ്ടം പോലെ ഞാൻ തയ്യാറാവാത്ത പ്രശ്നമാണ്. ആളിഷ്ടം പോലുള്ള പ്രശ്നം.